ടെററിസ്റ്റിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് കേരളം മാറരുത്. അതിൻ്റെ കാരണം കേരളത്തിലെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റമാണ്. കേരളം എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സ്ഥലമായിരിക്കണം. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ ആൾക്കാരെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. മാധ്യമങ്ങളോട് കടക്ക് പുറത്ത്, മീഡിയയോട് വർത്തമാനം പറയാൻ മൈക്ക് തട്ടി തെറിപ്പിക്കൽ പ്രായത്തിൻ്റെ ആയിരിക്കല്ലേ? പ്രായമാണെങ്കിൽ പിന്നെ വീട്ടിലിരിക്കുകയാണല്ലോ വേണ്ടത്. മുഖ്യമന്ത്രി എന്താ, ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി രാജ്യങ്ങൾക്ക് മുമ്പിൽ അല്ലെ രാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ ഒരു കോമാളി ആവുകയാണ്. ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിൽ തുടർച്ചയായി 3ാമത്തെ തവണ ഭരിക്കുന്ന ഒരേയൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 25 വർഷമായിട്ട് ഗൾഫിലെ ഒരു രാജ്യത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇന്ത്യക്കാർക്ക് അത്രയേ വില നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി അവിടുത്തെ ഭരണാധികാരികളോട് പറയുന്നത്. അങ്ങനെ പ്രൈം മിനിസ്റ്റർ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പ്രധാനമന്ത്രി ടൂർ അടിക്കുകയാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞത്. ഈ കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ കേരളം വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് താങ്കളുടെ വാദമുണ്ടല്ലോ. 5 ലക്ഷം വരെ ഫ്രീ ട്രീറ്റ്മെൻറ്റ്, 70 വയസ്സുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ആദ്യം കൊടുത്ത പണത്തിൻ്റെ അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് തരാതെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിൻ്റെ അവഗണനയാണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. പബ്ലിക് മണി ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. കേരള ഗവൺമെൻറ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി. ആ പരാതി സുപ്രീം കോടതി എടുത്ത് വലിച്ചെറിഞ്ഞു. ഉറപ്പാണ്. ആളുകൾ കമ്പയർ ചെയ്യുന്നത് ആചാരലംഘനത്തിൻ്റെ സമയത്തുണ്ടായ പ്രക്ഷോഭത്തെയാണ്. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനമെടുത്ത് സർക്കാർ ശ്രമം നടത്തിയപ്പോൾ ഹിന്ദു സമൂഹം അതിനെതിരായിട്ട് പ്രക്ഷോഭത്തിലിറങ്ങി. തന്ത്രി അറസ്റ്റ് ചെയ്തത് CPM-ൻ്റെ നേതാക്കന്മാർ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു നെറേറ്റീവാണ്. കോൺഗ്രസ് ശ്രമിക്കുന്നത് BJP-യും CPM-ഉം തമ്മിൽ ഒരു രഹസ്യധാരണയിലാണ്. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. BJP നേതാക്കന്മാർക്കിടയിൽ ഒരു വലിയൊരു ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും എൻ്റെ പട്ടിയും എൻ്റെ ഭാര്യയും എന്ന് പറയുന്ന 4 പേരുടെ മതി എന്ന് പറയുന്ന സ്റ്റാൻഡ് എടുക്കുന്ന അർത്ഥമില്ലല്ലോ. അപ്പോൾ പുതിയ ആൾക്കാർ വരണം. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീ V. മുരളീധരൻ സാറാണ്. നമസ്കാരം സാറ്. BJP-യുടെ ഒരു അഖിലേന്ത്യാ നേതാവാണ്. അതിലുപരി പറയുകയാണെങ്കിൽ മുൻ വിദേശകാര്യ ആൻഡ് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ സഹമന്ത്രിയായിരുന്നു. നമ്മൾ തമ്മിൽ പണ്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. സാറിന് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞാൻ മൊറോക്കോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റക്കായത് 93 ദിവസം ആ രാജ്യത്ത് സ്റ്റക്കായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സാറാണ് ഇവിടുത്തെ വിദേശകാര്യ സഹമന്ത്രി. അപ്പോൾ അങ്ങനെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങളാകെ ആ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്നത് 75 പേരോ 80 പേരോ താഴെയായിരുന്നു. അന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി താങ്കളായിരുന്നു. അന്ന് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു. താങ്കളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പല തവണ നേരിട്ട് താങ്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. താങ്കൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടേക്ക് വരുന്നതിന് വേണ്ടി ഒരു ഇവിടെ നിന്ന് വിമാനം അയക്കാൻ നിർവാഹം ഉണ്ടായില്ലെങ്കിൽ പോലും അവിടുത്തെ എംബസിയൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരു വിമാനം അയക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പെർമിഷനൊക്കെ കിട്ടണമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി താങ്കൾ അന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ബന്ധം പണ്ട് എനിക്ക് താങ്കളുമായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും താങ്ക്സ് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. മുരളീധരൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ഞാൻ ആരുമല്ല. കാരണം അത്രയധികം വർഷമായിട്ട് ABVP മുതൽ പല പ്രസ്ഥാനങ്ങളിൽ ആ ഒരു RSS ABVP അങ്ങനെ ഈ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇത്രയും വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, നമുക്കെല്ലാവർക്കും അറിയാം. സോ നമുക്ക് ഒരു വിദേശകാര്യ മന്ത്രി എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങാം. 10 വർഷമായിട്ട് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ല, ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പം അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന്, ഇന്ത്യയുടെ റിലേഷൻ കൺട്രി ടു കൺട്രി, ഒരു രാജ്യം എന്നുള്ള നിലയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയുടെ ഗ്ലോബൽ ട്രേഡിൽ ഉള്ള വ്യത്യാസം, അതോടൊപ്പം ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് പോകുമ്പോൾ
അവർക്ക് കിട്ടുന്ന അംഗീകാരം. Yeah. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടൂറിസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ 3 ലെവലിലും ഇന്ത്യയുടെ ശബ്ദം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദമായിട്ട് ഇന്ന് ഗ്ലോബൽ സിനാരിയോയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യ എന്ത് അഭിപ്രായം പറയുന്നു, ഇന്ത്യ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു, ഇത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ നടന്നപ്പോൾ 2 പേരോടും സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ലീഡർ നരേന്ദ്രമോദിയായിരുന്നു, പ്രൈം മിനിസ്റ്റർ. ഇപ്പോഴും ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ഇന്ത്യ 2 രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുമായിട്ട് ഡോക്ടർ ജയശങ്കർ സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. ഇന്ന് ഇറാൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഡോക്ടർ ജയശങ്കർ സംസാരിച്ചു. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡിനെ വളരെ കൂടുതൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലയിലാണ്. പിന്നെയൊന്ന്, ഇന്ത്യ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറാണിപ്പോൾ. ആ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർ എന്നുള്ള നിലയിൽ ഒരു വലിയ അംഗീകാരമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയന് G20 അംഗത്വം നൽകുന്നത് ഇന്ത്യ G20 ചെയർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ വിദേശ നയം. നമ്മളെപ്പോഴും പറയുന്നത് ഇന്ത്യസ് ഫോറിൻ പോളിസി ഈസ് ഡയറക്റ്റഡ് ബൈ ദി ഇന്ത്യാസ് ഡൊമസ്റ്റിക് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് നീഡ്സ്. ഓക്കെ. അതുകൊണ്ടാണ് നമുക്ക് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോൾ ഡോക്ടർ ജയശങ്കർ പറഞ്ഞത്, വി ഡോണ്ട് ഇമ്പോർട്ട് റഷ്യൻ ഓയിൽ, വി ഇമ്പോർട്ട് ഓയിൽ വെയർ ഇറ്റ് ഈസ് അവൈലബിൾ ചീപ്പ്. ഓക്കെ. അതിനേക്കാൾ വില കുറഞ്ഞിട്ട് വേറെ എവിടെയും കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കും. കാരണം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ എനർജി സെക്യൂരിറ്റി ഫുൾഫിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ആ എനർജി സെക്യൂരിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണോ ഓയിൽ അവൈലബിൾ നമ്മൾ അവിടെ നിന്ന് എടുക്കും. വെനിസ്വേലയിൽ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എടുക്കും, ഇറാനിൽ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എടുക്കും, റഷ്യയിൽ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എടുക്കും, മിഡിൽ ഈസ്റ്റിൽ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ പോളിസി. അപ്പോൾ ഇന്ത്യ ആ ഒരു എഫർട്ടിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് മെയ്ഡ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ത്യക്കാരുടെ ജീവിതം സുഖകരമാക്കാൻ, സുരക്ഷിതമാക്കാൻ മാത്രമല്ല, ഇന്നിപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഇന്ത്യക്കാർ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഉടനെ ചർച്ച വരുന്നത് നമ്മുടെ ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള വഴി ഉണ്ടാവുമെന്നാണ്. പണ്ട് ആരും ഇത് ചർച്ച ചെയ്യാറില്ല, അവിടെ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ അവർക്ക് ഈ ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യക്കാരൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യൻസ് വിൽ ബി സേഫ് ആൻഡ് സെക്യൂർ വേറെവർ ദേ ആർ. അത് ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിൽ തുടർച്ചയായി 3ാമത്തെ തവണ ഭരിക്കുന്ന ഒരേയൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മേജർ ഡെമോക്രസീസ് US, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇതൊക്കെ എടുത്തു നോക്കിയാൽ 3 തവണ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഭരണത്തലവനോ ഇല്ല. അതൊരു ജനാധിപത്യ ലോകത്ത് അത് നരേന്ദ്രമോദിജിക്ക് നൽകുന്ന അംഗീകാരം വളരെ വലിയൊരു അംഗീകാരമാണ്. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നരേന്ദ്രമോദി അവലംബിക്കുന്ന ആഭ്യന്തര നയങ്ങൾ, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി 80 കോടി ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനുള്ള തീരുമാനം, എല്ലാവർക്കും ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അവരും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ലോകത്ത് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ഡെമോക്രസി ക്യാൻ ഡെലിവർ. ജനാധിപത്യത്തിന് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ശരിക്കും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഭയങ്കര വെല്ലുവിളികളാണ്.
പ്രത്യേകിച്ചും താങ്കൾ എനിക്ക് തോന്നുന്നു ധാരാളം ഇവാക്യുവേഷൻ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കോവിഡ് മാത്രമല്ല, കോവിഡിൻ്റെ സമയത്തും അതിന് മുൻപും അത് കഴിഞ്ഞുമൊക്കെ പല ഇവാക്യുവേഷൻ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? തീർച്ചയായിട്ടും ഈ ഇവാക്യുവേഷൻസ് ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് നമ്മുടെ ഈ കോവിഡിൻ്റെ ഇവാക്യുവേഷൻ, താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഇവാക്യുവേഷൻ. കാരണം കോവിഡ് വന്നപ്പോൾ എന്താണ് പരിഹാരം എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു. കാരണം ഇന്ത്യക്ക് നമുക്ക് PPE കിറ്റില്ലായിരുന്നു, നമുക്ക് ഇങ്ങനെയുള്ള വാക്സിൻ ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിദേശത്തുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് തന്നെ ഉറപ്പില്ലായിരുന്നു. പല രാജ്യങ്ങളിൽ സ്റ്റക്കായിട്ടുള്ള ആൾക്കാർ എത്ര ദിവസം അവിടെ ഇരിക്കേണ്ടി വരും എന്ന് തന്നെ അറിയില്ലായിരുന്നു. താങ്കൾക്ക് നേരിട്ട് അറിയാം, 3 മാസം അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഒരു തരത്തിലുള്ള എയർ ട്രാഫിക് ഇതും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും ഈവൻ ചെറിയ നമ്പറിലുള്ള ആൾക്കാരുൾപ്പെടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഒരു വിമാനത്തിലുള്ള ആളില്ല. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് വെച്ചിട്ടൊക്കെയാണ് ആ ആളുകളെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തത്. പക്ഷേ അതിൽ ഞാൻ അതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് 2 എണ്ണം. ഒന്ന് യുക്രൈൻ വാറിൻ്റെ സമയത്തുള്ള ഇവാക്യുവേഷൻ. അതല്ല ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ ഇവാക്യുവേഷൻ യുക്രൈൻ വാറിൻ്റെ സമയത്ത്. വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനേക്കാൾ വലുതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കോവിഡിൻ്റെ സമയത്ത് നടത്തിയതും വളരെ വലുതാണല്ലോ, അത് ലാക്സ് ആണ് വന്നത്. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലുള്ള ഇവാക്യുവേഷനിൽ യുക്രൈനാണ് ഏറ്റവും വലുത്. അതും സ്റ്റുഡൻസ്. മോസ്കോയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരെ ഡയറക്റ്റ് വിമാനം വന്നിറങ്ങിയതാണ്. ഈവൻ നമ്മൾ അന്ന് യുക്രൈൻ്റെ ഈസ്റ്റേൺ ബോർഡറിൽ നിന്ന് വെസ്റ്റേൺ ബോർഡർ വരെ ബൈ റോഡ് 12 മണിക്കൂർ ട്രാവൽ ചെയ്ത് സ്റ്റുഡൻസിനെ ആ സമയത്തൊരു ഒരു 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 എന്താ വെടിനിർത്തലടക്കം 2 രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് എത്തിച്ചു എന്നുള്ളത് ഒരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ. അത് ഇന്ത്യയുടെ ഒരു പവർ തന്നെയാണ്. തീർച്ചയായിട്ടും അത്. കാരണം 2 കൂട്ടർ തമ്മിൽ യുദ്ധമാണ്, പക്ഷെ അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അവർ യുദ്ധം നിർത്തിവെച്ചു. അത് പ്രധാനമന്ത്രിയുടെ ഒരു വലിയൊരു എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഇതേപോലെയാണ് സുഡാനിലെ ഇവാക്യുവേഷൻ സമയത്ത് സുഡാനിലും പിന്നെ ഖാർത്തൂമിൽ മാത്രമല്ല, ചെറിയ സ്ഥലങ്ങളിലൊക്കെ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിക്കാത്ത എയർ സ്ട്രിപ്പുകൾ, ആ എയർ സ്ട്രിപ്പുകളിൽ നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് എയർ ഇന്ത്യയുടെ പൈലറ്റ്സ് ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് പ്ലെയിൻസ് ഇറക്കി അവിടുന്ന് ആളെ പിക്കപ്പ് ചെയ്ത് തിരിച്ച് ഖാർത്തൂമിലോ അല്ലെങ്കിൽ ജിദ്ദയിലോ എത്തിച്ചിട്ട് രക്ഷപ്പെടുത്തിയത്. അതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ഒരു കഴിവുണ്ട്, അത് നമുക്ക് പിന്നെ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഞാൻ നേരിട്ട് സുഡാനിലെ ഇവാക്യുവേഷൻ ജിദ്ദയിൽ ഞാൻ നേരിട്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് ഒരാഴ്ചക്കാലം ഞാൻ ജിദ്ദയിൽ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഈ ഇവാക്യുവേഷൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് ഞാനിടായിരുന്നു. അപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ അവർ സുഡാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത, നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ലാത്ത രാത്രി അങ്ങനെയുള്ളൊരു എയർ സ്ട്രിപ്പിൽ നിന്ന് രാത്രി അവർ ടേക്ക് ഓഫ് ചെയ്തു. ഇന്ത്യ മാത്രമല്ല, ജിദ്ദ എയർപോർട്ടിൽ ജിദ്ദയുടെ എയർ ഫോഴ്സിൻ്റെ ബേസിലാണ് നമുക്ക് കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തത്. അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ റൂളേഴ്സ്, സൗദി അറേബ്യ അത്രയും നല്ല കോപ്പറേഷനാണ് നമുക്ക് തന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. അതായത് നമുക്ക് നമ്മുടെ സ്വന്തം എയർപോർട്ടിൽ നിൽക്കുന്നത് പോലെ സൗദിയുടെ എയർ ബേസിൽ, സിവിലിയൻ എയർപോർട്ടല്ല, അവരുടെ എയർഫോഴ്സിൻ്റെ എയർ ബേസിൽ, ആ എയർ ബേസിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും തന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഇവാക്യുവേഷൻ്റെ മുഴുവൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ ധാരാളം യാത്രകൾ ചെയ്യുന്നതായതുകൊണ്ട് പല രാജ്യങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് ഈ കൂടുതൽ രാജ്യങ്ങൾ പോയി തുടങ്ങിയത്. തുടക്ക കാലഘട്ടങ്ങളിൽ പല സ്ഥലത്ത് പോകുമ്പോഴും ഇമിഗ്രേഷൻ കൗണ്ടറുകളിലടക്കം പലതരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും ഈ പറഞ്ഞ സ്ക്രൂട്ടിനിയൊക്കെ പല സമയത്ത് അവസാനം ഇന്ത്യൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്നവരുണ്ടില്ല എന്നല്ല പറയുന്നത്, അപൂർവമായിട്ട് ഫേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഒത്തിരി സംഭവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ രാജ്യങ്ങളിലേക്ക് പിന്നീട് പലതവണ പോകുമ്പോഴും, പുതിയ രാജ്യങ്ങളിലേക്ക് ഇപ്പം ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ആസ് ഇന്ത്യൻ എനിക്ക് അത് കുറേയൊക്കെ മാറ്റം വന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പല ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ പോലും
അത് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആ ഒരു ഫേസ് മാത്രമാണോ, അതോ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള കുറേ ആളുകളുടെ പ്രയത്നം കൂടിയാണോ? അതായത് ഈ പ്രധാനമന്ത്രി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഓഫീസേഴ്സ് ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ നേരത്തെയും അതേ ആൾക്കാരായിരുന്നു. ഓക്കെ. പക്ഷേ അവർ ഒരു ലീഡർഷിപ്പ്, അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ടായപ്പോൾ ഓഫീസേഴ്സും അതനുസരിച്ചിട്ട് ഉയർന്നു. ഉദാഹരണത്തിന് ഈ പറഞ്ഞ യുക്രൈൻ ഇവാക്വേഷൻ ഉണ്ടല്ലോ, ആ ഇവാക്വേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഫോറിൻ സർവീസിലുള്ള ഓഫീസർ അഡ്വാൻസായിട്ട് അവിടെ പോയി ഈ ഗ്രൗണ്ട് വർക്ക് മുഴുവൻ ചെയ്തത് ആ ഓഫീസർമാരാണ്. ഓക്കെ. ഡിപ്ലോമാറ്റ്സ് അവർ എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ പോയിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടാണ് ഇത് എൻഷുർ ചെയ്തത്. അപ്പോൾ അതവരെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഡെഫിനറ്റ്ലി ലീഡർഷിപ്പിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. കാരണം പ്രൈം മിനിസ്റ്റർ 16 മണിക്കൂർ വർക്ക് ചെയ്യുന്ന, 18 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് രാവും പകലും ജോലി ചെയ്യുന്ന ഒരാളാവുമ്പോൾ ഐ ഷുഡ് ഓൾസോ കോൺട്രിബ്യൂട്ട് മൈ ലാസ്റ്റ് ഔൺസ് ഓഫ് എനർജി എന്നുള്ള ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നമ്മുടെ മിനിസ്റ്റേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും ഒക്കെ തരുന്ന ഡയറക്ഷൻ, നമ്മുടെ എഫർട്ട് ഇന്ത്യയുടെ അൾട്ടിമേറ്റ്ലി ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൂറിസം, ട്രേഡ് ആൻഡ് ടെക്നോളജി. ഈ 3 ആസ്പെക്ട്സിൽ നമ്മൾ ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള എഫർട്ട് നടത്തണം. അപ്പോൾ അത് ഒരു ടീം വർക്കാണ്. പക്ഷേ ആ ടീം വർക്കിൽ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ബേസിക് കാരണം PM-ൻ്റെ ഇനീഷ്യേറ്റീവും PM-ൻ്റെ കമ്മിറ്റ്മെൻറ്റും. കഴിഞ്ഞ ദിവസം ഞാനൊരു മലയാളം ചാനലിൽ ഒരു 3 പേര് ചേർന്നിരുന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി കാണാനിടയിട്ടായി. അതിനകത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി രാജ്യങ്ങൾക്ക് മുമ്പിൽ അല്ലെ രാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ ഒരു കോമാളിയാവുകയാണ്. അപ്പോൾ അവർ പറയുന്ന റീസൺസ് ഈ പറഞ്ഞ പോലെ മൈ ബ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആളുകളെയും പോയി കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. അത് അവരുടെ രീതിയാണോ എന്ന് പോലും നോക്കുന്നില്ല, അവരെ പോയി ആലിംഗനം ചെയ്യുന്നു. പിന്നെന്താ പല രീതിയിൽ പല ആൾക്കാരോടും മുറി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു, അതൊക്കെ അവർ അത് കേട്ട് ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ ഉള്ള കുറച്ച് അലിഗേഷൻസ് ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ബേസിക്കലി എനിക്ക് തന്നെ ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിപ്പോയി. അതിനകത്ത് ഞാൻ കണ്ടൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, എല്ലാ രാജ്യത്തിലെ ഇപ്പം എന്താ പറയുക, എല്ലാ രാജ്യത്തിലും ഇപ്പം പുട്ടിൻ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലൊരു വാക്ക് പോലും പറയാൻ അറിയില്ല. അപ്പോൾ എങ്ങനെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറെ രീതിയിലല്ലേ. അപ്പോൾ അറിയാവുന്ന ഭാഷയിൽ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ, അങ്ങനെയല്ലേ യൂഷ്വലി ചെയ്യുന്നത്. ഇപ്പോൾ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളെ പോയി കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ പരസ്പരം ആൾക്കാർ അഭിസംബോധന ചെയ്യുന്നത് ബ്രദർ എന്നാണ്. അതെ, മിനിസ്റ്റേഴ്സും ബാക്കിയുള്ള ആൾക്കാരും. അതെ. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 12 വർഷമായിട്ട് ഇവരെല്ലാവരും കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ നേതാക്കൾ തമ്മിൽ പരസ്പരം ചുണ്ടോട് ചുണ്ട് ചുംബിച്ചാണ് അതെ സൗഹൃദം, അതായത് സ്ട്രെങ്ത് കാണിച്ചിരുന്നത്. കറക്റ്റ്. അപ്പോൾ ഈ 12 വർഷത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലാണെങ്കിൽ ആനുവൽ സമ്മിറ്റ് ഉണ്ട്. ഓക്കെ. ഒരു വർഷം ചുരുങ്ങിയത് 2-3 തവണ PM റഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് നേരിട്ട് കാണും. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇൻട്രാക്ഷനിലേക്ക് എത്തും. അപ്പോൾ ആ ഇൻട്രാക്ഷനിൽ ഇപ്പം മിനിയാന്നത്തെ PM-ൻ്റെ ട്വീറ്റ് ഉണ്ട്. PM സൗദി ക്രൗൺ പ്രിൻസുമായിട്ട് ടെലിഫോണിക് സംഭാഷണം നടത്തിയതിന് PM ട്വീറ്റ് ചെയ്തത് സ്പോക്ക് വിത്ത് മൈ ബ്രദർ. അത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ആ ടേം നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അവരുടെ അറിവില്ലായി. രാഷ്ട്രീയ നേതാക്കളല്ല ഞാനതിൽ കളിയാക്കി കണ്ടിട്ടുള്ളത്, മാധ്യമപ്രവർത്തകരാണ് കളിയാക്കി. മാധ്യമപ്രവർത്തകരും അറിവില്ലായ്മ മാധ്യമപ്രവർത്തകർക്ക് പാടില്ലാത്തൊരു ഇതല്ലല്ലോ. മാധ്യമപ്രവർത്തകർക്കും അറിവില്ലായ്മ ഉണ്ടാവുമല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്തത് കൊണ്ടല്ല. പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭാഷയെക്കുറിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെ
അഭിമാനമാണ് പ്രധാനമന്ത്രിയെ ഹിന്ദിയിൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇൻഫോർമലി പ്രധാനമന്ത്രി സംസാരിക്കുമ്പം ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ ഫോർമലി പ്രധാനമന്ത്രി എല്ലാം ഇപ്പോഴും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അതിന് ട്രാൻസ്ലേറ്റർ ഉണ്ട്. അത് പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. കാരണം പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ആളുകളുടെ ഇടയിൽ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈവൻ പുത്തിനെക്കുറിച്ചും താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും തലവന്മാർ ദേ വിൽ സ്പീക്ക് ദെയർ ലാംഗ്വേജ്. ശരിയാണ്. കാരണം അത് അവരുടെ ഭാഷയെക്കുറിച്ചിട്ടുള്ള അവരുടെ അഭിമാനം, നാടിനെക്കുറിച്ചിട്ടുള്ള അഭിമാനം. ഇന്ത്യയിൽ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഭാഷയിൽ സംസാരിക്കും, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. അത് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ തീരുമാനിച്ചു. ജാപ്പനീസ് പ്രധാനമന്ത്രി വരുമ്പോൾ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ജപ്പാനീസ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ വൈ ഷുഡ് ഐ സ്പീക്ക് ഇൻ മൈ പ്രൈം മിനിസ്റ്റർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എനിക്ക് എപ്പോഴും ഡൗട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഈ മറ്റ് പല രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പോൾ ജപ്പാൻ, ചൈന അല്ലെങ്കിൽ റഷ്യൻ ആളുകളായിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും കുശലം പറയുന്നതൊക്കെ കേൾക്കാം. ഇതൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇതെങ്ങനെ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഡിവൈസ് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഇത്? രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഞങ്ങൾ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ്, റിയൽ ടൈം ട്രാൻസ്ലേഷൻ അല്ല. നമ്മൾ പറയേണ്ടത് പറയുന്നു, അപ്പോൾ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അത് കേട്ടിട്ട് ആ ആൾ റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. സാധാരണ പലപ്പോഴും സംഭവിക്കാറ്, ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാനിൽ ഞാൻ പോകുന്നതിരിക്കട്ടെ, ജാപ്പനീസ് മിനിസ്റ്റർ ജാപ്പനീസ് ഭാഷയിൽ സംസാരിച്ചാൽ അദ്ദേഹം ഇംഗ്ലീഷിൽ എനിക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറയും, ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ജാപ്പനീസിൽ പറഞ്ഞു കൊടുക്കും. വളരെ അപൂർവം സന്ദർഭങ്ങളിൽ ഹിന്ദി, അല്ലെങ്കിൽ എല്ലാവരും ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ്. അപ്പോൾ അത് ഒരു ഭാഷ ഒരു പ്രശ്നമേ അല്ല. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് ജനതകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളുമാണ്. നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പറയണം, നമുക്ക് എന്താണ് വേണ്ടത് ആ രാജ്യത്ത് നിന്ന്, നമുക്ക് എന്താണ് അങ്ങോട്ട് ഓഫർ ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ സംഭാഷണത്തിൻ്റെ ബേസിസ്. അപ്പോൾ അത് പിന്നെ ഇതൊരു ഞാൻ ആദ്യമായിട്ട് കാണുകയല്ല. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള സംസാരിച്ച ആൾക്കാരുണ്ടാവും, അവർ സംസാരിച്ചത് എന്താണെന്നുള്ളത് എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയുണ്ടാവും. ഞാൻ ആ ഡിസ്കഷനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാൻ 5 വർഷം മന്ത്രിയായിരുന്നു. ഇപ്പം വരുന്ന മന്ത്രിമാർ അവർക്കൊരു ഡോസിയർ കിട്ടും. കഴിഞ്ഞ തവണ ഇന്ത്യൻ മന്ത്രി പോയപ്പോൾ എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, എവിടെയൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ചു വെച്ചത്, അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ സംസാരിക്കും. ജയശങ്കറിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, ഒരു കാര്യം, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണല്ലോ ബേസിക്കലി, അല്ലേ? ഒരു ഡിപ്ലോമാറ്റായിട്ടുള്ള അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ, കാരണം ഈ നമ്മുടെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്ന് മന്ത്രിമാരെ നിശ്ചയിക്കണം. മറ്റു പല രാജ്യങ്ങളിലും ഇലക്റ്റഡ് പ്രസിഡൻറ്റിന് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ, കാരണം ഫോറിൻ അഫെയർസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള ഒരു മേഖലയാണ്. ഫോറിൻ അഫെയർസ് ഒരു സാധാരണ ഒരാൾക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. എന്നാൽ പഠിച്ച് തയ്യാറായിട്ട് പോകണം. പക്ഷേ ജയശങ്കർജിയെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർ ജയശങ്കർ ഇത്രയും വർഷത്തെ ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിന് നമ്മൾ കേരളത്തെക്കുറിച്ച്, ഇപ്പോൾ ഞാൻ കേരളത്തെക്കുറിച്ച് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ലോകം അങ്ങനെ അറിയാം. അദ്ദേഹം അമേരിക്കയിൽ അംബാസഡറായിട്ടുണ്ട്, ചൈനയിൽ അംബാസഡറായിട്ടുണ്ട്, റഷ്യയിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്, ജപ്പാനിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, സിംഗപ്പൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രീലങ്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയശങ്കർജി എടുത്തിട്ടുള്ള ആ എക്സ്പീരിയൻസ്, ജയശങ്കർജി തന്നെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മിനിസ്റ്ററായിരുന്ന സമയത്തും ഫോറിൻ സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫോറിൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഐ തോട്ട് അബൌട്ട് മൈ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംഗിളിൽ ഞാൻ നോക്കിയിട്ടുള്ളൂ.
മന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. ഓക്കെ. അതാണ് അതിന് വലിയ വ്യത്യാസം. ഞാൻ ഒരു കാര്യം പറയാം. ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരീബിയൻ രാജ്യത്ത് യാത്ര ചെയ്യുമായിരുന്നു. സെയിൻറ്റ് ലൂഷ്യ എന്ന് പറഞ്ഞൊരു ചെറിയൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ അവിടെ അവിടെ താമസിക്കുന്ന ഒരു മലയാളി സുഹൃത്തിൻ്റെ കൂടെ ഞാൻ അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ബാറുണ്ട്, ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് ഒരു ലോക്കൽ ബാറാണ്, നമുക്ക് അവിടേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പം കഴിക്കണം, പകലില്ല, ഇപ്പം കഴിക്കണം, വേണ്ട, അല്ല നമുക്കൊന്നും അവിടെ വരെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കിനും അവിടെ കോട്ട് സൂട്ട് ഇട്ട ഒരു ആൾ ആ ബാറിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു. അവിടുത്തെ കുറച്ച് ആൾക്കാരോട്, കള്ളുപിടിക്കാനായിട്ട് വന്ന കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ കണ്ടതും അങ്ങേര് ആയി പറയുന്നു, പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഒരു പരിചയക്കാരാണ്. അപ്പോൾ അവർ നേരത്തെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയതാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തുന്നു, കേരളത്തിൽ നിന്ന് വന്ന യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്ന് വന്ന യൂട്യൂബറാണെന്നൊക്കെ പറയുന്നു. ഇന്ത്യ, ഐ ജസ്റ്റ് മെറ്റ് യുവർ ഫോറിൻ ജയശങ്കർ ടുഡേ. ഞാൻ ഇന്ന് രാവിലെയും കൂടെ പുള്ളിയുമായിട്ട് എവിടെ ഗയാനയിലോ സുറിനാമയിലോ അവിടെ എവിടെയോ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോണൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുന്നു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. എന്നിട്ട് ജയശങ്കർ നിങ്ങൾക്ക് കിട്ടിയ ഭയങ്കര ഒരു വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് ജയശങ്കറിനെ കുറേ കാര്യങ്ങൾ പൊക്കി പറയുന്നു. എന്നിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളി ഫോണൊക്കെ എടുത്തിട്ട് വാട്സപ്പൊക്കെ എടുത്തിട്ട് ജയശങ്കറിന് അയച്ച മെസ്സേജ് ഒക്കെ എടുത്ത് കാണിച്ചു തരുമായിരിക്കും. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് കമോൺ, നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അത്. എന്നിട്ട് അവസാനം പറയുകയും ചെയ്തു, ബാ 2:30 കഴിക്കും, കം ജോയിൻ വിത്ത് മീ, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ വിദേശകാര്യ മന്ത്രി എന്നുള്ളത് ചെറിയൊരു സംഭവമല്ലാതെ അന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മറ്റ് പല രാജ്യങ്ങളിലും അവിടുത്തെ നേതാക്കന്മാരുമായിട്ടും പേഴ്സണൽ ബന്ധങ്ങളും അല്ലേ, അതൊരു പേഴ്സണൽ ബന്ധങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അത് PM ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടും യുക്രൈൻ പ്രസിഡൻറ്റുമായിട്ടുമുള്ള റിലേഷൻ, ആ റിലേഷൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഇവാക്യുവേഷൻ ഈസിയാക്കിയത്. തീർച്ചയായും. അതേസമയത്ത് പല ആൾക്കാരും ഇടയ്ക്ക് ഈ ട്രംപ് വന്നു, അതിനു മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം US പ്രസിഡൻറ്റ്, ആദ്യം ട്രംപായിരുന്നു, അത് കഴിഞ്ഞിട്ട് മാറിയിട്ട് ഇദ്ദേഹം വന്നല്ലോ, പിന്നീട് വന്ന US പ്രസിഡൻറ്റ് ബൈഡൻ വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു, ഇപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റ് മാറി നമുക്ക് എന്തായിരിക്കും സ്ഥിതി. നമ്മളെ സംബന്ധിച്ചോളം പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പുണ്ട്, പക്ഷേ ആ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പിൽ ഇടപെടുന്നത് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കൺട്രി ആണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇടപെടുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരു പുതിയൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുപ്പോൾ ആ ഭരണാധികാരിയോട് നേരത്തെ ഉണ്ടായിരുന്ന അതേ വാമത്തിൽ ഇടപെടും. ഓക്കെ, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. US-ഉമായിട്ടുള്ള റിലേഷനിൽ, UK ആയിട്ടുള്ള റിലേഷനിൽ, ഓസ്ട്രേലിയ ആയിട്ടുള്ള റിലേഷനിൽ, ജപ്പാനുമായിട്ടുള്ള റിലേഷനിൽ, ഇതിലൊന്നും അവിടുത്തെ ചേഞ്ച് ഓഫ് ഗവൺമെൻറ്, അവിടുത്തെ ഭരണമാറ്റം ഒരു തരത്തിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. തീർച്ചയായിട്ടും അല്ല. ഓക്കെ, ഇപ്പൊ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ഫ്രണ്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത ആളും ഫ്രണ്ടാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മോദിജി ഓർ ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രംപ്. അല്ല, സോ ഇറ്റ്സ് അബൌട്ട് ദ പൊസിഷൻ. അത് പൊസിഷനാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവരും ആ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അൺഡ്യൂ ആയിട്ടുള്ള ഒന്നും അവർക്ക് കിട്ടില്ല. ഇപ്പോൾ US കരാറിനെ കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമുണ്ടല്ലോ, ഇന്ത്യയുടെ താല്പര്യം ബലി കഴിച്ചു. ഒരിക്കലുമില്ല. ഇന്ത്യയുടെ താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സംരക്ഷിക്കുന്ന നിലപാട് എടുത്തുകൊണ്ട് മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പാണത്, അല്ലാതെ ട്രംപ് പേഴ്സണൽ സുഹൃത്ത് എന്നുള്ള അർത്ഥത്തിലല്ല. ഓക്കെ, ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ധാരാളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ധാരാളം NRIs ആയിട്ടുള്ള ആൾക്കാരെ പല രാജ്യത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ NRIs ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഫേസ് ചെയ്യാൻ, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അതായത് ഇതിൽ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഗൾഫാണ്, പിന്നെ ഉണ്ട് US. ഈ രണ്ടാണ് നമ്മുടെ മേജർ NRIs പോകുന്നത്. അത് രണ്ടിലും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പോകുന്നത്. ഗൾഫിൽ പോകുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എംബസിയിൽ നിന്നൊരു പേഷ്യൻ്റ് ഹിയറിംഗ്, ഗൾഫിലല്ല പൊതുവെ മൊത്തത്തിൽ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഹിയറിംഗ്, ഇത് എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു
നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എഫർട്ട്. അതിൽ പ്രധാനമന്ത്രി നടത്തിയ ഫസ്റ്റ് എഫർട്ടാണ് എല്ലാ രാജ്യങ്ങളിലും പ്രധാനമന്ത്രി ഗൾഫിലുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഇപ്പോൾ പലതവണ പോയി കഴിഞ്ഞു. ചില രാജ്യങ്ങളിൽ 25-26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്റർ പോയത്. ആദ്യമായിട്ട് മോദിജി പോയപ്പോൾ. അതിന് മുമ്പ് പോയത് 1990-ലൊക്കെയാണ്. 2014-15 പോകുമ്പോൾ 25 വർഷമായിട്ട് ഗൾഫിലെ ഒരു രാജ്യത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇന്ത്യക്കാർക്ക് അത്രയേ വില നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി അവിടുത്തെ ഭരണാധികാരികളോട് പറയുന്നത്. അങ്ങനെ പ്രൈം മിനിസ്റ്റർ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പ്രധാനമന്ത്രി ടൂർ അടിക്കുകയാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞത് ആ പോകുന്നത് അവിടുത്തെ ഭരണാധികാരികളെ മാത്രം കാണുകയല്ല, പകരം അവിടുത്തെ ഇന്ത്യക്കാരുമായിട്ടും അദ്ദേഹം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഇരുന്നു. ഇത് നാച്ചുറലി നമ്മുടെ എംബസികളുടെയും അപ്രോച്ചിൽ മാറ്റം വരുത്തി. നമ്മുടെ എംബസിയിലുള്ള ഓഫീസർമാർ, അതാ ഞാൻ പറഞ്ഞത്, അതേ ഓഫീസർമാരാണ്. പക്ഷേ ഭരണാധികാരി പ്രൈം മിനിസ്റ്ററുടെ അപ്രോച്ചിൽ മാറ്റം വന്നപ്പോൾ അവരും മാറ്റം വന്നു. കാരണം 25 കൊല്ലമായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഓഫീസർക്കും കൂടി നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. അതുകൊണ്ട് ഓഫീസർ നാച്ചുറലി ആ രീതിയിലേ പെരുമാറുള്ളൂ. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ എന്നോട് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കും, എംബസിയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കും, ബട്ട് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു കോൺവേഴ്സ്, ഇൻട്രാക്ട് വിത്ത് ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഓക്കെ. അതുകൊണ്ട് ഗൾഫിൽ എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോൾ ഞാൻ ആ രാജ്യത്തുള്ള ഇന്ത്യക്കാരുടെ എല്ലാ സംഘടനകളുടെയും ആൾക്കാർ, ക്രോസ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് ഞാൻ കാണുമായിരുന്നു. ഓക്കെ. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ അവിടെ വരും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള CPM-ൻ്റെ പ്രവാസി സംഘടന, മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടന, കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടന, ഇവരൊക്കെ ഞാൻ മീറ്റിങ്ങിൽ വരും. അപ്പോൾ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, സാർ ഇവരെല്ലാവരും വിളിക്കണം. ഞാൻ പറഞ്ഞു, അവർക്ക് ഞാൻ വരുന്നത് BJP നേതാവായിട്ടല്ല, ഞാൻ വരുന്നത് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അതുകൊണ്ട് അവർക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കണം. അവർക്ക് അഥവാ ഇനി എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെന്നിരിക്കട്ടെ, അത് ഇവിടെയല്ലേ പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ആ അപ്രോച്ചാണ് PM-ൻ്റെ എല്ലായ്പ്പോഴും PM എടുത്തിരിക്കുന്ന താല്പര്യം, അത് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ഈ റീസെൻ്റായിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, യുവാക്കൾ മാത്രമല്ല, അല്ലേ, കുറേ ആളുകൾ നമ്മൾ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്നു, ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ്, പിന്നെ US ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും അവിടെ സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരവിടെ സെറ്റിലായി, അവരുടെയൊക്കെ ഫസ്റ്റ്, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിലുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പോയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ പോയി PR എടുക്കുക, എന്നിട്ട് ഒരു 5 കൊല്ലം നിൽക്കുക, അവിടുത്തെ പാസ്പോർട്ട് എടുക്കുക, ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് പല റീസൺസ് ഉണ്ട് അതിൻ്റെ പുറകിൽ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യ ആസ് എ കൺട്രി നമ്മൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിനകത്തൊരു നിയമ തടസ്സം? അതിൻ്റെ ഈ അവിടുത്തെ PR എടുക്കുന്നതിൻ്റെയും സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിൻ്റെയും ബേസിക് കാരണം അവിടുത്തെ പല സർവീസസും വളരെ കോസ്റ്റ്ലിയാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ ഫെസിലിറ്റീസ്, അവിടുത്തെ സിറ്റിസണായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന പല ബെനിഫിറ്റ്സും, അല്ലെങ്കിൽ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന പല ബെനിഫിറ്റ്സും അല്ലാത്ത ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ നാച്ചുറലി ആളുകൾ അവിടെ പോയി ജീവിക്കുമ്പോൾ 15-20 കൊല്ലമൊക്കെ താമസിക്കുമ്പോൾ ഈ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കണം. അതേ സമയത്ത് ഇവരെല്ലാവരും നമ്മുടെ OCI കാർഡ് ഹോൾഡേഴ്സ് ആവാനും ശ്രമിക്കാറുണ്ട്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഈ ഓവർസീസ് സിറ്റിസൺ എനിക്ക് നേരിട്ടുള്ള ഉദാഹരണമുണ്ട്, നേരിട്ട് ഉള്ള അനുഭവമുണ്ട്. നമ്മുടെ റീയൂണിയൻ ഐലൻഡ്സിൽ ഞാൻ പോയപ്പോൾ, റീയൂണിയൻ ഐലൻഡ്സിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നൊരു റിക്വസ്റ്റ്, ഇന്ത്യ OCI കാർഡ് അനുവദിക്കുന്നത് 4th ജനറേഷൻസ് മുൻപുള്ള ആളുകളുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്. ഞങ്ങൾ 6 ജനറേഷൻ മുമ്പ് വന്നതാണ്, ഞങ്ങളെ ഇന്ത്യൻ സിറ്റിസണായിട്ട് അംഗീകരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ഞാൻ കരീബിയനിൽ ട്രാവൽ ചെയ്യുമ്പോഴും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇതേപോലെ ഞാൻ ചെല്ലുന്നതിന് കുറച്ച് നാൾ മുമ്പ് മോദിജി അവിടെ ചെന്നിട്ട്, അവിടെ ഒരു ബീഹാറി ഒറിജിനൽ ആയിട്ടുള്ള ആളായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. സോ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് എനിക്കൊന്ന് 4th ജനറേഷൻ ആൾക്ക് വരെ ഇത് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും, ഞാൻ അവിടെ മീറ്റ് ചെയ്ത ഒരു ഫാമിലിയെ, അവർ കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ട്രിനിഡാഡിയൻസ് ആണ്, ഇന്ത്യൻ ഒറിജിനാണ്.
അവർ ഞങ്ങൾ ഇന്ത്യ എന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര എക്സൈറ്റഡ് ആവുകയും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ OCI കാർഡ് കിട്ടി, ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഇന്ത്യയിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ പണ്ടത്തെ 3 തലമുറ മുമ്പുള്ള റിലേറ്റീവ്സിനെ രേഖകൾ വെച്ചും DNA പരിശോധന നടത്തി കണ്ടുപിടിച്ചു എന്ന് അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പറയുക. അതായത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആവുന്നത് വരെ ഈ 6 തലമുറ മുമ്പ് വന്ന ആൾക്കാർക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ ഇന്ത്യക്കാരനാവണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യക്കാരന് ഇന്ന് വിദേശത്ത് ഇന്ത്യൻ ഒറിജിനാണെന്ന് പറയുന്നത് ഒരു അഭിമാനത്തിൻ്റെ വിഷയമായിട്ട് മാറി. അതുകൊണ്ട് 6 ജനറേഷൻ മുമ്പ് പോയ ആൾക്കാർ അവർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരനാണ്, OCI കാർഡ് വേണമെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം സുരിനാമിലെ അംബാസഡർ, ഡൽഹിയിലുണ്ടായിരുന്ന അംബാസഡർ ഉണ്ട്, അവരെന്നോട് പറയുന്നത് അവർ പിന്നെ എന്നോട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ മുരളിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്, can I call you ഏട്ടൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ ബംഗാളി, ബീഹാറിൽ നിന്ന് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയ ആളുകൾ അവരുടെ ഇന്ത്യൻ ഒറിജിനിൽ അഭിമാനിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് വരികയാണ്. അപ്പം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറ്റുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യയായിട്ടുള്ള റിലേഷൻ വിച്ഛേദിക്കുന്നു എന്നല്ല. OCI കാർഡുണ്ട്, OCI കാർഡ് അവർക്കുണ്ട്. ആ OCI കാർഡ് അവർക്ക് ഫ്രീ ആയിട്ട്, അവർക്ക് വിസ ആവശ്യമില്ല. OCI കാർഡ് ഉണ്ടെങ്കിൽ വിസ ആവശ്യമില്ല. എക്സെപ്റ്റ് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ബെനിഫിറ്റ്സ്. എന്തായിരിക്കും നമ്മളിപ്പോഴും ആ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പിനെ അംഗീകരിക്കാൻ പറ്റാത്ത? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനലി അതിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടില്ല. ആണോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അതിനെ ഒരു മറികടക്കാനും പുറത്തു പോയിട്ടുള്ള ആളുകൾക്ക് ആ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OCI കാർഡ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുകൊണ്ട് OCI കാർഡുള്ള ആളുകൾക്ക് ഫ്രീ ആക്സസ് ടു ഇന്ത്യ. ഓക്കെ. ഒരു തരത്തിലും ഉള്ള അവർക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തീരുമാനിക്കുന്നു നാളെ പോവാം. സാധാരണഗതിയിൽ വിസക്ക് അപ്ലൈ ചെയ്യണം, അത് സാങ്ഷൻ ആവണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആ OCI കാർഡ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സിറ്റിസൺഷിപ്പ്. ഈ OCI കാർഡിനൊരു മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അത് OCI കാർഡ് ഇന്ത്യക്ക് ഏത് സമയത്തും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം കൂടിയല്ലേ, വിത്ത് നിബന്ധനകൾ അല്ലേ? അത് അവിടുത്തെ ആ രാജ്യത്തിലെ ഇഷ്യൂസ് വരുമ്പം അത് നാച്ചുറലി വേണ്ടി ഒരു ഇന്ത്യയുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അത് ശ്രദ്ധിക്കേണ്ടി വരും. കാനഡയിൽ റീസെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്ത മറ്റേ ഖാലിസ്ഥാൻ കുറച്ച് ആളുകളുടെയൊക്കെ OCI കാർഡ് ക്യാൻസൽ ചെയ്ത അവര് ഇന്ത്യയെ പിന്നെ തകർക്കണം എന്നുള്ള ഇത് പറയുമ്പോൾ പിന്നെ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് നീ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി, എന്നിട്ട് നിനക്ക് ഇന്ത്യയിൽ വരാൻ വേണ്ടി ഞങ്ങൾ പെർമിഷൻ തരുന്നുണ്ട്, OCI കാർഡ് തരുന്നുണ്ട്, എന്നിട്ട് നീ അവിടെ പോയിട്ട് ഇന്ത്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ത്യനെ തള്ളിയും കൂടെ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരണ്ട അല്ലേ? വെരി ഇൻട്രസ്റ്റിങ്. അത് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് നമുക്ക് കേരളത്തെ പറ്റി പറയാനേ, കേരളത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ജോലിക്ക് വേണ്ടിയും തൊഴിൽ തേടിയും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നുണ്ട്. ശരിയാണ്. ഇപ്പം ഗൾഫിൽ പോകുന്നവർ തിരിച്ചു വരും എന്ന് നമുക്കറിയാം. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചു വരുന്നില്ല. ഇവരെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഗ്ലോബലൈസ്ഡ് വേൾഡാണ്. ഓക്കെ. ലോകത്ത് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കേപ്പബിളായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ പോകും. അവിടെ കൂടുതൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ഓപ്ഷൻസ്, ബെറ്റർ റവന്യൂസ് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ പോകുന്ന ആൾക്കാർ അവർ നാടിനോട്, ജനിച്ച നാടിനോടുള്ള ഒരു കൂറും താല്പര്യവും ഒക്കെ പുലർത്താൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അവരുമായിട്ടുള്ള റിലേഷൻ, അവരെ ഇവിടെ ഈ നാടിന് വേണ്ടി പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ പോകുന്നതിനെ തടയുന്നതിൽ അർത്ഥമില്ല, തടയാൻ സാധിക്കില്ല. കാരണം ടാലൻറ്റ് വിൽ ട്രാവൽ അക്രോസ് ദ വേൾഡ്. ടാലൻറ്റിനെ ഒരിക്കലും നമുക്ക് വേലി കെട്ടി തടഞ്ഞു നിർത്താൻ പറ്റില്ല, തടയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മൈഗ്രേഷൻ പോളിസി
ഇമിഗ്രേഷൻ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇതിലാണ്, കൺസൾട്ടേറ്റീവ് സെലക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ. ഓക്കെ, അതിനെപ്പറ്റി പറയാം. ഫെസിലിറ്റേറ്റിംഗ് സേഫ് സെക്യൂർ ലീഗൽ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ പോകുന്നവരെ നമ്മൾ ലീഗലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ അവർ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, അവർ ട്രാപ്പിലാവാതെ സൂക്ഷിക്കാം. പലരും ഇവിടുന്ന് പോയിട്ട് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. സാറിന് അറിയാലോ, സാർ എത്ര ആൾക്കാരെ, ഞാനും എത്ര നാട്ടിൽ പോയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എത്രയോ ആൾക്കാർ ഇവിടുന്ന് ജോലി എന്ന് പറഞ്ഞിട്ട് പോകും, ടൂറിസ്റ്റ് വിസയിൽ പോകും. അവിടെ ചെന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഞാൻ മാറ്റിത്തരാമെന്ന് പറയും. അത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ചില എലിമെൻറ്റ്സ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ട്രാപ്പിലാണ് ഈ ആൾക്കാർ പെട്ടുപോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസീസ്, ആ പോളിസിയാണ് നമുക്ക് ഇമിഗ്രേഷൻ ബില്ല്. അതുകൊണ്ട് രാജ്യത്തിന് പുറത്ത് ആളുകൾ ജോലി ചെയ്യാൻ പോകുന്നതിന് നമ്മൾ തടയേണ്ട ആവശ്യമില്ല. കാരണം അതവർക്ക് കൂടുതൽ വരുമാന മാർഗം ഉണ്ടാക്കും, കൂടുതൽ അവന്യൂസ് ഉണ്ടാക്കും. അങ്ങനെ പോയിട്ടുള്ള ആൾക്കാർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് റൂളേഴ്സ് അടക്കമായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും എക്സൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേസമയത്ത് അവർ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫർട്ട് നമ്മൾ നടത്തും. ഓക്കെ, നമുക്കിനി കേരളത്തിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരാം. നമ്മൾ ഇത്ര നേരം വേറെ കാര്യങ്ങൾ സംസാരിച്ചു, അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. നമുക്കിനി കേരളത്തെ പറ്റി വരാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, CPM-ഉം പറഞ്ഞ പോലെ ഇന്ത്യൻ കോൺഗ്രസും ഒക്കെ വളരെ സ്ട്രെങ്തായിട്ട് നിൽക്കുന്നു. BJP ഒരു തവണ നമുക്ക് ഒരു സീറ്റ് ലഭിച്ചു എന്നുണ്ടെങ്കിലും രണ്ടാമത്തെ തവണ നമുക്കത് നഷ്ടപ്പെട്ടു. ഇപ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ ഇലക്ഷനിൽ എന്തൊക്കെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ? BJP ഇത്തവണ വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു കാര്യം നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റുന്നത്, BJP ഈസ് ദ ഓൺലി പാർട്ടി വിച്ച് ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ബേസ്, വോട്ട് ശതമാനം. ബാക്കി എല്ലാവരുടെയും ശതമാനം ഷ്രിങ്ക് ചെയ്യാണ്, BJPയുടെ മാത്രമാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം, കേരളം എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സ്ഥലമായിരിക്കണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ ആൾക്കാരെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ ഒരു ടെററിസ്റ്റിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് കേരളം മാറരുത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിൻ്റെ കാരണം ആ പോകുന്ന ആളുകൾ മാത്രമല്ല, അതിൻ്റെ കാരണം കേരളത്തിലെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റമാണ്. അപ്പോൾ കേരളത്തിലെ ആ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം അതിൽ മാറ്റം ഉണ്ടാവണം. അത് CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആ എക്കോസിസ്റ്റം മാറുന്നില്ല, ഭരിക്കുന്ന ആൾക്കാർ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളം രൂപീകൃതമായിട്ട് ഏതാണ്ട് 70 കൊല്ലാവുന്നു. 1957 മുതൽ കേരള ആദ്യത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നു. കേരളത്തിൽ നിന്ന് ഇപ്പോഴും കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്, പഠിക്കാൻ വേണ്ടി അടക്കം പുറത്തേക്ക് പോകുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഓരോ വർഷവും പൂട്ടി പോവുകയാണ്, കേരളത്തിൽ പഠിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളം ഭരിച്ച ആളുകൾ അവരിവിടുത്തെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് വേണ്ടത്ര പരിഗണിക്കാത്തതുകൊണ്ടാണ്. അതോടൊപ്പമാണ് കേരളത്തിലെ ശബരിമല പോലെ ലോകം മുഴുവനുള്ള ആൾക്കാർ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലടക്കം കൊള്ളയടിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ആ നിലപാടെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഓക്കെ, ഇനി അങ്ങോട്ടൊരു എത്ര വർഷ കാലയളവിനുള്ളിൽ കേരളം ഒരു BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറാം എന്നാണ് അദ്ദേഹം? എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ BJP ഇല്ലാതെ കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. എത്ര സീറ്റുകൾ വരെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സീറ്റിൻ്റെ എണ്ണം പറയുന്നില്ല, എന്നാലും സീറ്റിൻ്റെ എണ്ണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ
BJP ഇല്ലാത്തൊരു സർക്കാർ ഓക്കെ. കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇനി കേരളവും തമിഴ്നാടുമാണ് BJP വീക്കായിട്ടുള്ളത്. അതിൽ കേരളം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം 2 സ്റ്റേറ്റുകളിലും മാറ്റം വരും. താങ്കൾ 2 തവണ കേരളത്തിൻ്റെ BJP സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ BJP ഇത്ര നാളായിട്ടും ലൈക്ക് ഇത്രയും ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് BJP എന്നുള്ളൊരു പാർട്ടിയുടെ ഒരു ഐഡിയോളജി കേരളത്തിലെ വോട്ടർമാരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണോ, അതോ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു എന്താ പറയുക ഉള്ളൊരു അഭാവമാണോ, അല്ലെങ്കിൽ ആ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു പ്രോബ്ലം കൊണ്ടാണോ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? അതായത് BJPക്ക് ഐഡിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ BJP കേരളത്തിൽ വലിയൊരു സപ്പോർട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഏതാണ്ട് 30% വോട്ട് BJPക്ക് മലപ്പുറത്തെ കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒഴിച്ചാൽ ബാക്കി കേരളം മുഴുവനുണ്ട് 30%. പക്ഷേ ആ 30% വോട്ട് ഏതെങ്കിലും കാൻഡിഡേറ്റിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടണമെങ്കിൽ ആ കാൻഡിഡേറ്റ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു 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 കോൺഫിഡൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ ആ 30% വോട്ട് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജയിച്ചു. ഞാൻ മത്സരിച്ച ആറ്റിങ്ങലും രാജീവ് ചന്ദ്രശേഖർജി മത്സരിച്ച തിരുവനന്തപുരത്തും പിന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയും നിസ്സാര വോട്ടിനാണ് പോയത്. ഇവിടെയൊക്കെ BJPക്ക് നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടി. ഞങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റും പോയത് 1.5% വോട്ടിന്. 15,000 വോട്ടിൻ്റെ ഗ്യാപ്പിലാണ് ആറ്റിങ്ങൽ തോറ്റത്. ഏതാണ്ട് 14,000-15,000 വോട്ടിനാണ് തിരുവനന്തപുരത്ത് തോറ്റത്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ വോട്ട് കിട്ടിയില്ല. ആ വോട്ട് കിട്ടാത്തതിന് കാരണം 5 വർഷം ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങൾക്ക് അങ്ങോട്ട് അറിയുന്ന ലീഡേഴ്സ് BJPയിൽ ഇപ്പോഴും ആയിട്ടില്ല. ഇനി ആയിട്ടില്ല, അതാവണം നാച്ചുറലി. ധാരാളം ആളുകൾ BJPയിലേക്ക് വരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കുറേ പുതിയ ആളുകൾ ജോയിൻ ചെയ്തു. പിന്നെ മറ്റു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പലരും BJPയിലേക്ക് വരുന്നു. BJPയിൽ നിന്ന് പോയവരും ഉണ്ട് കേട്ടോ, ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരാനായിട്ട് എന്താണ് ഇനി? BJPയിലേക്ക് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJP ആണ് ഒരു ഭാവിയുടെ പാർട്ടി. ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഈസ് ഓൺ ദ ഡിക്ലൈൻ. കോൺഗ്രസിൻ്റെ ഭാവി, കോൺഗ്രസ്സിനൊരു അതിൻ്റെ ലീഡർഷിപ്പ് ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന ഒരു ലീഡർഷിപ്പല്ല. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് മാത്രമല്ല, BJP ഓർഗനൈസേഷനലി പോലും ഇന്ന് വരെ BJP ഒരു റെഗുലർ ഓർഗനൈസേഷണൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ ഇലക്ഷൻ നടത്തി. ഞങ്ങളുടെ നിതിൻ നബീൻ പുതിയ പ്രസിഡന്റ് വന്നു. ഒരു ഭയങ്കര റെവല്യൂഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആളുകൾ BJPയിലുണ്ട്. പുള്ളി എത്ര വയസ്സുണ്ട്? ഈസ് അറൗണ്ട് 45. ഓക്കെ. 45-ൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേപ്പബിലിറ്റിയുള്ള ആളുകളുള്ള പാർട്ടി. ഓക്കെ. കോൺഗ്രസ്സിൽ അതില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് കാരണം കഴിവുള്ള ആൾക്കാർക്ക് കോൺഗ്രസ്സിൽ സ്കോപ്പില്ല. ഓക്കെ. കഴിവല്ല അടിസ്ഥാനം, ഫാമിലിയാണ് അടിസ്ഥാനം. ഓക്കെ. അപ്പോൾ ആ സാഹചര്യം ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് ആൾക്കാർ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷനിലും അങ്ങനെയുള്ള ധാരാളം പുതിയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. ഓക്കെ. ഈ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിൻ്റെ അവഗണനയാണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അത് ശരിയാണോ? ഞാൻ പറയട്ടെ, കേരള ഗവൺമെൻറ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി. ഓക്കെ. അതായത് ഞങ്ങൾക്ക് ഡ്യൂ ആയിട്ടുള്ള, ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. സുപ്രീം കോടതി അത് അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഈ കേരള ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ പരാതി പറയുന്നതിൽ അർത്ഥമില്ല. അവസാനം കേരള ഗവൺമെൻറ് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, പാർലമെൻറ്റിൽ വളരെ ക്ലിയറായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്നു, ഇത് CPMൻ്റെ നേതാക്കന്മാർ
മീഡിയയുടെ മുമ്പാകെയും പബ്ലിക്കിൻ്റെ മുമ്പാകെയും നടത്തുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതിന് 2 സ്ഥലങ്ങളിലാണ് ഒബ്ജക്റ്റീവായിട്ട് ലീഗലായിട്ട് ഇതിനെക്കുറിച്ച് അസസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പാർലമെൻറ്റ്, 2 കോടതി. കോടതിയിൽ ഈ പരാതിയുമായിട്ട് പോയിട്ട് അവസാനം ആ പരാതി സുപ്രീം കോടതി എടുത്ത് വലിച്ചെറിഞ്ഞു. ഓക്കെ. കേരള ഗവൺമെൻറ് അതിനെ ഒന്നും ചലഞ്ച് ചെയ്തില്ല. പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഈ വയനാട് ദുരന്തത്തിൻ്റെ അർഹമായിട്ടുള്ള സഹായം കിട്ടാത്തതിനെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ആദ്യം കൊടുത്ത പണത്തിൻ്റെ അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് തരാതെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അത് നരേന്ദ്രമോദിയുടെ തീരുമാനമല്ല, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലനുസരിച്ചിട്ടുള്ള റൂളാണ്. കാരണം പബ്ലിക് മണി ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. അതാണ് അതിൻ്റെ ബേസിസ്. ഓക്കെ. ജനങ്ങളുടെ നികുതി പണമാണ് കേരളത്തിനാണെങ്കിൽ തമിഴ്നാട്ടിലെ ആർക്കാണെങ്കിലും കൊടുക്കുന്നത്. അത് ആർക്കെങ്കിലും അവരവരുടെ ഇഷ്ടപ്രകാരം തീരുമാനിക്കാനല്ല, അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. ഈ കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ കേരളം വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് താങ്കളുടെ വാദമുണ്ടല്ലോ, അതൊരു വ്യക്തമായ തെളിവുകൾ നിരത്താൻ പറ്റുമോ? ഇഷ്ടംപോലെ തെളിവുകൾ ഉള്ളതുകൊണ്ടല്ലേ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാത്തത്. ഓക്കെ, ഉറപ്പാണ്. പാർലമെൻറ്റിൽ, അതായത് പാർലമെൻറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു മിനിസ്റ്ററും പാർലമെൻറ്റിനെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും നടത്താൻ പറ്റില്ല. മിസ്ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഓപ്പോസിഷന് ഒരു പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാം. കാരണം ഇവർ ഈ മന്ത്രി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെൻറ്റ് പറഞ്ഞത്. ഒരു പ്രിവിലേജ് മോഷനും ഈ കേരളത്തിലുള്ള എം പിമാർ മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം മിനിസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു, അതായത് ഈ കേരള ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവരുടെ എഫിഷ്യൻസി, ആ ഇനെഫിഷ്യൻസി കാരണമുള്ള പോരായ്മകൾ മറച്ചു പിടിക്കാൻ വേണ്ടി അവർ ആ കുറ്റം മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എഫർട്ട് എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രചരണത്തിന് ഒരർത്ഥമില്ല. ഓക്കെ. ഈ NSS, SNDP പോലുള്ള കേരളത്തിലെ സാമുദായ സംഘടനകളുടെയൊക്കെ നിലപാടിൽ വരുന്ന മാറ്റങ്ങൾ BJPക്ക് ഗുണകരമാകുമെന്ന് തോന്നുന്നുണ്ടോ തവണ? NSSും SNDPയും എടുക്കുന്ന സമീപനം, ആ സമീപനം സമുദായത്തിൻ്റെയും ഹിന്ദു സമൂഹത്തിൻ്റെയും പൊതുവായിട്ടുള്ള താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് BJPക്ക് പ്രയോജനപ്രദമാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഓക്കെ. ഞങ്ങളെ സംബന്ധിച്ചോളം NSSും SNDPയും ഹിന്ദു സമുദായത്തിലെ 2 പ്രബല സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളാണ്. ഓക്കെ. അവർ യോജിപ്പിൽ ആവണം, അവർ സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഐക്യത്തിന് അത് ഗുണകരമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഓക്കെ. അപ്പോൾ NSSും SNDPയും ഇടയ്ക്ക് ഞങ്ങൾ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. നമുക്ക് വളരെ സന്തോഷം. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിർത്തി, പക്ഷേ ഞങ്ങൾ സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം നിലനിർത്തും. ഞങ്ങൾ വെൽക്കം ചെയ്തു. സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം നിലനിർത്തും. അത് പൊളിറ്റിക്കലി ബെനിഫിഷ്യൽ ആവോ ഇല്ലയോ നമ്മൾ ആ ആംഗിളിലേക്ക് പോയിട്ടില്ല. കാരണം BJP എല്ലാ സമുദായത്തിലും പെടുന്ന ആളുകളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് നായർ സമുദായത്തിലെയും ഈഴവ സമുദായത്തിലെയും പെടുന്ന ആൾക്കാർ BJPയുടെ റാങ്ക് ആൻഡ് ഫയലിലുണ്ട്, BJPയുടെ ലീഡർഷിപ്പിലുണ്ട്. ഓക്കെ. ഈ ശബരിമല പോലുള്ള പ്രത്യേകിച്ച് വളരെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്ത്രിയെ പോലെയുള്ള ഒരാളെ പിടിച്ച് ജയിലിലിട്ട സമയത്ത് പോലും BJPയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റോ പ്രതികരണമോ അല്ലെങ്കിൽ അതിനെ എനിക്കറിയില്ല, അത് ഒരു നമ്മൾ സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുമല്ലോ അത് BJP വലിയൊരു വിവാദമാക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അത്തരത്തിലൊരു സംഭവം കണ്ടില്ല. അതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കമ്പയർ ചെയ്യുന്നത് ആചാരലംഘനത്തിൻ്റെ സമയത്തുണ്ടായ പ്രക്ഷോഭത്തെയാണ്. ഓക്കെ. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനമെടുത്ത് സർക്കാർ ശ്രമം നടത്തിയപ്പോൾ ഹിന്ദു സമൂഹം അതിനെതിരായിട്ട് പ്രക്ഷോഭത്തിലിറങ്ങി. ഓക്കെ. അത് BJP മാത്രമല്ല, ഹിന്ദു സമൂഹം മൊത്തത്തിൽ പൊതുവായിട്ട് ഇറങ്ങി. ഓക്കെ. BJP ഉണ്ടായിരുന്നു അതിൽ നാച്ചുറലി. ആ ഇഷ്യൂവും ഈ ഇഷ്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ക്രൈമാണ് നടന്നത്. ഓക്കെ. ക്രൈമിനെതിരായിട്ട് ലീഗൽ ആക്ഷനാണ് ഉണ്ടാവേണ്ടത്.
ലീഗൽ ആക്ഷനിൽ ലാപ്സസ് ഉണ്ടാകുമ്പോൾ BJP ശബ്ദം കാണാം. ലീഗൽ ആക്ഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തന്ത്രി അറസ്റ്റ് ചെയ്തു. എന്തിനാ തന്ത്രി അറസ്റ്റ് ചെയ്തത്? CPM-ൻ്റെ നേതാക്കന്മാർ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? ജനങ്ങൾ ഇറങ്ങാതിരുന്നത് ഇവിടെ ഒരു ക്രൈമാണ് നടന്നത്. ആ ക്രൈമിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ആക്ഷൻ എടുക്കണം. മറ്റേത് നടന്നത് ഒരു സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നപ്പോൾ ഹിന്ദു സമൂഹം മുഴുവനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അന്ന് BJP സജീവമായിരുന്നു, ഇന്ന് സജീവമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു നെറേറ്റീവാണ്. കോൺഗ്രസ് ശ്രമിക്കുന്നത് BJP-യും CPM-ഉം തമ്മിൽ ഒരു രഹസ്യധാരണയിലാണ്. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഓക്കെ. ഈ കേരള BJP നേതാക്കന്മാർക്കിടയിൽ ഒരു വലിയൊരു ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം ശരിവെക്കാൻ പറ്റും? പരസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, പരസ്യമായിട്ടും ഇല്ല, രഹസ്യമായിട്ടും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ല, അതായത് ബാക്കിയുള്ള പാർട്ടികളിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിസം ഉള്ളതുകൊണ്ട് BJP-യിലും ഉണ്ടാവും എന്ന് ആൾക്കാർ പ്രസ്യൂം ചെയ്യാണ്. ഓക്കെ. BJP-യിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഇല്ല. അങ്ങനെ ഒരു എപ്പോഴെങ്കിലും BJP-യിലൊരു സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ശോഭാ സുരേന്ദ്രൻ, ശ്രീലേഖ തുടങ്ങിയ ആൾക്കാർ അങ്ങനെയുള്ള കുറച്ച് പ്രസ്താവനകളൊക്കെ ചെയ്തിട്ടില്ലേ? അങ്ങനെയല്ല, അതായത് ശ്രീലേഖയുടെ ഒരു പ്രസ്താവനയും അങ്ങനെ BJP പാർട്ടിക്ക് എതിരായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്രൂപ്പിസം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ചയൊക്കെ വന്നിട്ടില്ലേ? അത് മീഡിയ പറഞ്ഞത് ശ്രീലേഖ മേയർ ആവും, BJP-യുടെ ആരും പറഞ്ഞതല്ല. മീഡിയ പറഞ്ഞു ശ്രീലേഖ മേയറാവും. അവസാനം മേയറായുടെ തീരുമാനം വന്നപ്പോൾ VV രാജേഷ് മേയറായി. അത് ഗ്രൂപ്പിസാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മീഡിയയുടെ മിസ്കാൽക്കുലേഷനാണ്. അവർക്ക് മീഡിയക്ക് BJP-യെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. BJP-യിലൊരു സിസ്റ്റം ഉണ്ട് തീരുമാനം എടുക്കുന്നത്. ആ സിസ്റ്റം അനുസരിച്ച് സ്റ്റേറ്റ് പാർട്ടി, സെൻട്രൽ പാർട്ടി ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് VV രാജേഷിനെ മേയറായിട്ട് തീരുമാനം എടുത്തു, എല്ലാവരും അംഗീകരിച്ചു. ശ്രീലേഖ ഉൾപ്പെടെയുള്ള ആൾക്കാർ അംഗീകരിച്ചു. ശ്രീലേഖയും പറഞ്ഞിട്ടില്ല എന്നെ മേയറാക്കാതിരുന്നത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ്. BJP-ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് വരുന്ന ആളുകളാണ് താങ്കളെ പോലുള്ള പല ആളുകളുമുണ്ട്. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് പല ആളുകളും BJP-യിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അനിൽ ആൻ്റണിയെ പോലുള്ള ആളുകൾ BJP-യിലേക്ക് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് BJP-യിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കാട്ടി കൂടുതൽ കുറച്ച് പരിഗണന ഇങ്ങനെ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു അമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുന്നത്? ഒരമർഷവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ, ഞാനൊരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ എന്ന സമയത്താണ് ഞാൻ ABP-യുടെ ഭാഗമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 13 വയസ്സ് ഒക്കെയുള്ള പ്രായത്തിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 50-52 കൊല്ലമായി, 85 കൊല്ലമായി. അതിനിടയിൽ ഞാൻ ABP ആയി, അത് കഴിഞ്ഞ് മാറി നെഹ്റു യുവകേന്ദ്രയിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സർക്കാരിൻ്റെ അംഗീകാരം കിട്ടി ആകെ 2 പേരേ ഉള്ളൂ. ഒന്ന് O. രാജഗോപാൽജി, പിന്നെ ഞാൻ. അദ്ദേഹം മന്ത്രിയായി, ഞാൻ നെഹ്റു യുവകേന്ദ്രയുടെ വൈസ് ചെയർമാനും ഡയറക്ടർ ജനറലായി. അതിനുശേഷം ഞാൻ MP ആയി. കേരളത്തിൽ നിന്നല്ല MP ആയത്. പാർട്ടി എനിക്ക് MP ആയിട്ട് മത്സരിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് സീറ്റ് തന്നത്. കാരണം കേരളത്തിൽ രാജ്യസഭയിലേക്ക് പോകാൻ സീറ്റില്ലാത്തതുകൊണ്ട്. O. രാജഗോപാൽജിക്ക് മധ്യപ്രദേശിൽ നിന്ന് സീറ്റ് കൊടുത്തു. അൽഫോൺസ് കണ്ണന്താനത്തിന് രാജസ്ഥാനിൽ നിന്ന് സീറ്റ് കൊടുത്തു. 2 നോമിനേറ്റഡ് മെമ്പർമാരുണ്ടായി, PT ഉഷ, സുരേഷ് ഗോപി ആദ്യം, ഇപ്പോൾ സദാനന്ദ മാഷ്. അപ്പോൾ പാർട്ടി സീനിയർ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും എല്ലാവർക്കും അംഗീകാരം കൊടുക്കും. അതിൻ്റെ പേരിൽ BJP-ക്കകത്തൊരു തർക്കമില്ല. പുതിയ ആളുകൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ നാച്ചുറലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരണം പാർട്ടിയിലേക്ക്. ഒരു ജനറേഷൻ വരുമ്പോൾ അവരുടെ കഴിവനുസരിച്ചിട്ടുള്ള അംഗീകാരം അവർക്ക് കൊടുക്കണം. അവരതനുസരിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. കോൺട്രിബ്യൂട്ട് ചെയ്യും അവർ.
നല്ലതാണ്, അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കൂടാണ്. കാരണം ഞാനും എൻ്റെ പട്ടിയും എൻ്റെ ഭാര്യയും എന്ന് പറയുന്ന 4 പേരുടെ മതി എന്ന് പറയുന്ന സ്റ്റാൻഡ് എടുക്കുന്ന അർത്ഥമില്ലല്ലോ. അപ്പോൾ പുതിയ ആൾക്കാർ വരണം. ഓക്കെ, രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ കേട്ട് വരുന്ന കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഇത് ഈ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, ഏകീകൃത സിവിൽ കോഡ് ഒരു നാഷണൽ ലെവലിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പാർട്ടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ല, ഗവൺമെൻറ്റും പറഞ്ഞിട്ടില്ല. അത് അതേ സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറി പ്രിൻസിപ്പിൾസിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഉദാഹരണത്തിന് രാം ജന്മഭൂമി ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്തു, അതേപോലെ ഒരു കോൺസെൻസസിലൂടെ ഈ ഇഷ്യൂം സോൾവ് ചെയ്യപ്പെടും. അതല്ലാതെ ഒരു വിഭാഗം ആൾക്കാരെയൊക്കെ ഇതാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഓക്കെ, കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഇത്തവണ മാറി നിന്നത് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണോ? അല്ലല്ല, ഒന്ന് എൻ്റെ 6 വർഷത്തെ ടേം കഴിഞ്ഞു രാജ്യസഭയിൽ. ഓക്കെ, അപ്പോൾ 6 വർഷത്തെ ടേം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. 2016 ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു. 2018 വരെ ഞാൻ കഴക്കൂട്ടത്ത് തന്നെ ജീവിച്ചു. 18 മന്ത്രിയായിരുന്നപ്പോഴും ഞാൻ കഴക്കൂട്ടത്താണ് ജീവിച്ചത്. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ നാച്ചുറലി ഞാൻ കഴക്കൂട്ടത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ വർക്ക്, ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റി, അത് മുഴുവൻ കഴക്കൂട്ടം ബേസ്ഡാണ്. കഴക്കൂട്ടത്തെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കഴക്കൂട്ടം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചോളം വളരെ കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കഴക്കൂട്ടത്താണ് ഉണ്ടായത്. നമ്മൾ കഴക്കൂട്ടം എന്ന് പറയുന്ന പേര് തന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ടെക്നോ പാർക്ക് കഴക്കൂട്ടം. ഇപ്പോൾ വിഴിഞ്ഞം പോട്ടെന്ന് പറയുന്ന പോലെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം. പക്ഷേ അതനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ടെക്നോ പാർക്കിനുണ്ടായില്ല, കഴക്കൂട്ടത്തിനുണ്ടായില്ല. കഴക്കൂട്ടം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നോ സിറ്റി ആയിട്ട് മാറേണ്ടതായിരുന്നു. ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. തിരുവനന്തപുരത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ, ആ എക്സ്പാൻഷൻ നടക്കുമ്പോൾ കഴക്കൂട്ടവും അതിനപ്പുറത്തും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കഴക്കൂട്ടത്തുള്ള ധാരാളം ആൾക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ, ഒരു കഴക്കൂട്ടം വിഷൻ ഇൻ 2036, 10 വർഷം കഴിയുമ്പോൾ കഴക്കൂട്ടം എങ്ങനെ ഇരിക്കണം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ടിലാണ്. അവിടെ ഇത് മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്ത് സെക്ടറിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ശ്രീചിത്ര മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഇതെല്ലാം കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. ഓ അത് ശരി, ഓക്കെ, ആ മണ്ഡലത്തിന് കീഴിൽ വരും അല്ലേ? ഓക്കെ. പക്ഷേ അതേ സമയത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന രോഗികളും കഴക്കൂട്ടത്തുണ്ട്. ഓക്കെ, ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അമ്മ മരിച്ചു. എങ്ങനെ മരിച്ചത്? രാവിലെ വീട്ടിൽ ഇങ്ങനെ കസേരയിലിരിക്കുകയായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ ഒരു ഡിസ്പാരിറ്റി, സാധാരണക്കാരന് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളപ്പോഴും സാധാരണക്കാരന് ഇത് കിട്ടുന്നില്ല. പ്രൈം മിനിസ്റ്റർ മോദി അതുകൊണ്ടാണ് എല്ലാവർക്കും ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞത്. 5 ലക്ഷം വരെ ഫ്രീ ട്രീറ്റ്മെൻറ്റ്, 70 വയസ്സുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ഇല്ല, കേരള ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളത് നടപ്പിലാക്കില്ല എന്ന്. അതെങ്ങനെയാണ് അതിൻ്റെ ബാധ്യത കേരളത്തിന് വരുമോ? ബാധ്യത എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഷെയർ ചെയ്യണം. ഓക്കെ, അതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ റോൾ. ശരിക്കും ആ ഒരു പദ്ധതിയെ പറ്റി ഒന്ന് പറയുമോ? ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് ഒരു വർഷം 5 ലക്ഷം രൂപ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസ് ആയിട്ട് ഗവൺമെൻറ് ബെയർ ചെയ്യും. എത്ര വയസ്സുള്ള ആളുകൾക്ക് വരെ? എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കായിട്ടുള്ള ആളുകൾക്ക്. ഓക്കെ. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും ഒരു പരിഗണനയും ഇല്ലാതെ, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒന്നുമില്ലാതെ, എവ്രി വൺ എബവ് ദ ഏജ് ഓഫ് 70, 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ് ടു 5 lakhs. ഇത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നു. മറ്റു മിക്കവാറും സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി. ഇപ്പോൾ ഒറീസയിൽ നടപ്പിലാക്കാതിരിക്കുകയായിരുന്നു, BJP ഗവൺമെൻറ് വന്നപ്പോൾ നടപ്പിലായി. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പദ്ധതിയെ എതിർക്കുന്നത്, ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല, ഞങ്ങൾക്ക് വേറെ പദ്ധതി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വേറെ പദ്ധതി ഉണ്ടോ? അത് പ്രാവർത്തികമായിട്ടില്ല. ഓക്കെ.
അങ്ങനെ ഒരു പദ്ധതി പ്രാവർത്തികമായിട്ടില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ നിലപാടുകളാണ് എടുക്കുന്നതെന്നുള്ള ആ ഒരു നിങ്ങളുടെ നിലപാടുകളുണ്ടല്ലോ, അത് ശരിക്കും എന്താ പറയുക, അതെങ്ങനെയാണ് അത് കാണുന്നത്? അല്ല, മുഖ്യമന്ത്രിയുടെ നിലപാടുകളെക്കുറിച്ച് പൊതുസമൂഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെ, ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് നടത്തുന്ന പെരുമാറ്റം, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത്, മീഡിയയോട് വർത്തമാനം പറയാൻ മൈക്ക് തട്ടി തെറിപ്പിക്കൽ. പ്രായത്തിൻ്റെ ആയിരിക്കല്ലേ? പ്രായമാണെങ്കിൽ പിന്നെ വീട്ടിലിരിക്കുകയാണല്ലോ വേണ്ടത്. പ്രായമായിട്ടുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ പ്രൈം മിനിസ്റ്ററല്ല, ഞാൻ പ്രധാന സേവകനാണെന്നാണ്. അപ്പോൾ എപ്രോച്ച് അതാണ് വേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദപ്പെട്ട ആളാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിഹേവിയറൽ ട്രേറ്റ്സ് എൻ്റെ പേരിൽ ജനങ്ങളത് സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അപ്രോച്ച്, പിന്നെ അവരുടെ പാർട്ടിക്കകത്ത് അവർ പലതും പറയുന്നുണ്ട്. കാരണം പാർട്ടിക്കകത്ത് പിണറായിസമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, കമ്മ്യൂണിസം അല്ല എന്ന് പറയുന്നുണ്ട്. അതവരുടെ കാര്യം, ഞാനതിൽ അഭിപ്രായം പറയേണ്ട ആൾ. കേരള സ്റ്റോറി വൻ വിവാദമായിരുന്നല്ലോ. കേരള സ്റ്റോറി 2, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കേരള സ്റ്റോറിയിൽ ഒന്നും ഇല്ലീഗലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുത്തത്. ഇല്ലീഗലായിട്ടില്ലാത്തത് കൊണ്ടാണ് അതിനെ ഫർദർ ലീഗലായിട്ട് ചലഞ്ച് ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കാതിരുന്നത്. മുഖ്യമന്ത്രി ആകെ ചെയ്തത് ഒരു ട്വീറ്റ് ചെയ്തു, കേരള സ്റ്റോറി കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കും, ഡിവിഷൻ ഉണ്ടാക്കും, മറ്റേതുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഉദ്ദേശം കേരളത്തിലെ ഈ മുസ്ലിം വോട്ട് ബാങ്കിന് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു എഫർട്ടാണിത്. അതല്ലാതെ നിയമപരമായിട്ട് അതിലെന്തെങ്കിലും ഒബ്ജക്ഷനബിൾ ഉണ്ട് എന്നിരിക്കട്ടെ, കോടതിയുണ്ട്. ആരാ തീരുമാനിക്കേണ്ടത്? ഇപ്പം നിങ്ങൾ പറയുന്നു കേരള സ്റ്റോറി നല്ലതാണെന്ന്, ഞാൻ പറയുന്നു നല്ലതല്ല എന്ന്. അപ്പോൾ ആരാ തീരുമാനിക്കുക? കോടതിയാണ് തീരുമാനിക്കുക. കോടതി തീരുമാനം എടുത്തു, കോടതി പറഞ്ഞു ഇത് എക്സിബിറ്റ് ചെയ്യുന്നതിൽ ഒരു തകരാറുമില്ല. അപ്പോൾ അതിനുശേഷം CPMൻ്റെ യൂത്ത് വിങ് തിയേറ്ററിന് മുന്നിൽ സമരം ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം CPMൻ്റെ യൂത്ത് വിങ് കോടതിയാണ് ചലഞ്ച് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്ത്യ മുഴുവൻ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്, പലതവണയായിട്ട് പല രീതിയിൽ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പല മേഖലകളിലും കേരളം കുറേയൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല കാര്യത്തിലും മുന്നിലാണ് എന്ന് നമുക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും പല മേഖലകളിലാണെങ്കിലും കേരളം മുൻപന്തിയിൽ തന്നെയാണ്. എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നേടാനാവാത്ത എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നത്? അല്ല, ഒരു തരത്തിൽ കേരളം മുന്നിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അത് ഈ കേരളം ഭരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം, കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഭരിച്ച സർക്കാരുകളുടെ ശ്രമം കൊണ്ടല്ല. ഓക്കെ, അതുണ്ടായത് ഉദാഹരണത്തിന് തിരുവിതാംകൂറിൽ വാക്സിൻ നടപ്പിലാക്കിയത് ഒരു സെഞ്ചുറി മുമ്പാണ്, 1920s. ഓക്കെ, അന്നത്തെ രാജാക്കന്മാർ. അപ്പോൾ കേരളത്തിൻ്റെ ഈ പൊസിഷന് കാരണം ഒന്ന്, അതിന് മുൻപുണ്ടായിരുന്ന ആൾക്കാർ മുതൽ തുടങ്ങിയിട്ടുള്ളൊരു എഫർട്ട്. 2, കേരളത്തിൽ നിന്ന് പുറത്ത് ജോലി ചെയ്തിട്ട് തിരിച്ച് കേരളത്തിലേക്ക് അയച്ചിട്ടുള്ള റെമിറ്റൻസ് എക്കോണമി. കേരളത്തിലെ ഉൽപ്പാദനം വളരെ കുറവാണ്. കേരളത്തിലെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, വലിയ ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിലുണ്ടാവാൻ പറ്റില്ല. പക്ഷേ കേരളത്തിന് മാത്രം സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ ടൂറിസം ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ആയുർവേദമുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം, അദ്ദേഹം 20 കൊല്ലം മുമ്പ് 2005 കേരള അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു 10-point റോഡ് മാപ്പ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും അതിന് ശേഷം ഒരു വർക്കും ചെയ്തിട്ടില്ല. അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സസ് ഷുഡ് ബി സിംപ്ലിഫൈഡ്. നരേന്ദ്രമോദി നടപ്പിലാക്കി. നരേന്ദ്രമോദി പറഞ്ഞു ഡീക്രിമിനലൈസ് മൈനർ ഒഫൻസസ്.
നരേന്ദ്രമോദി പറഞ്ഞു പരീക്ഷയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഗസറ്റഡ് ഓഫീസർ സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡു സെൽഫ് അറ്റസ്റ്റേഷൻ. പണ്ട് ഞാൻ കോളേജിലേക്ക് അപേക്ഷിക്കുമ്പോൾ, നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവില്ല, ഞാൻ കോളേജിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എൻ്റെ SSLC ബുക്കിലെ മാർക്ക് തന്നെയാണ് ഞാൻ ഫോമിൽ എൻട്രി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു ഗസറ്റഡ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. ഞാൻ പഠിക്കുമ്പം ആ കോപ്പി കൊടുക്കുമ്പോഴത്തേക്കിനും അത് ഗസറ്റ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആണമായിരുന്നു, കോപ്പി. ഇപ്പം അതുമില്ല, സെൽഫ് അറ്റസ്റ്റേഷൻ മതി. കാരണം അൾട്ടിമേറ്റ്ലി ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഇത് റെക്കോർഡ് വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ആ സമയത്ത് അറിയില്ല ഇയാൾ കള്ളം പറഞ്ഞതാണെങ്കിൽ അപ്പോൾ ഡിലീറ്റ് ചെയ്യാം, അയാളെ ഒഴിവാക്കാം. പക്ഷെ അതിന് വേണ്ടി അപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രൊസീഡിയറൽ ഡിലേസ്, ആ പ്രൊസീഡിയറൽ ഡിലേസിലാണ് നമ്മുടെ മുഴുവൻ എനർജി നഷ്ടപ്പെടുന്നത്. ഇതെല്ലാം നടപ്പിലാക്കണം എന്ന് 2005 പറഞ്ഞു. നരേന്ദ്രമോദി വരുന്നത് പിന്നെ 9 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ 9 കൊല്ലം ആരും ചെയ്തില്ല, നരേന്ദ്രമോദി വന്നപ്പോഴാണ് ചെയ്തത്. കേരള ഗവൺമെൻറ് ഇപ്പോഴും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈവൻ ഭൂമിയുടെ റെക്കോർഡ്സ് ഇപ്പോൾ സാറ്റലൈറ്റ് മാപ്പിംഗ് നടപ്പിലാക്കി, നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്. ടെക്നോളജിയെ എങ്ങനെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവേണൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി ഉണ്ടാവും. ട്രാൻസ്പെറൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ കറപ്ഷൻ ഇല്ലാതാവും, ഗവേണൻസ് എഫിഷ്യൻ്റ് ആവും. മനസ്സിലായി. ഇത് നരേന്ദ്രമോദിയാണ്. ഇതെല്ലാം പ്രോസസ്സസ് ടു ബി സിംപ്ലിഫൈഡ്. ഇതന്ന് പിന്നീട് അദ്ദേഹം എഴുതി, 10 പോയിൻറ്റ്സിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ പിന്നീട് അദ്ദേഹം എഴുതി. അപ്പോൾ അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്ഡ് കേരളം എന്ന് പറയുമ്പോൾ. ഇങ്ങനെയുള്ള ധാരാളം കേരളത്തിൽ നിന്ന് തൊഴിലിന് വേണ്ടി പുറത്തു പോകുന്ന ആൾക്കാർ പുറത്തു പോകും. കേരളത്തിൽ തന്നെ നിൽക്കുമെന്നൊന്നും ഞാൻ പറയില്ല, എല്ലാവരും പുറത്തു പോകും. പക്ഷേ അവർ ദേ വിൽ ബി മോർ സ്കിൽഡ്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വി ഷുഡ് മേക്ക് ഇന്ത്യ ദ സ്കിൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. എനിക്കൊരു നേരിട്ട അനുഭവമുണ്ട്. നമ്മൾ ദുബായിലെ കോൺസുലേറ്റ്, ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് അവിടെ ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അറബിക്കും ഇംഗ്ലീഷും പഠിപ്പിച്ചു കൊടുത്തു. ഡ്രൈവിംഗ് മാത്രം പഠിച്ചിട്ടാണ് വരുന്നത്. അവർക്ക് ഹിന്ദി അറിയാം, മറാഠി അറിയാം, തെലുഗു അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, പക്ഷേ അറബിക്ക് അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഫ്ലുവൻ്റ് ആയിട്ടുള്ള അറബിക് പ്ലസ് കമ്പ്യൂട്ടർ നോളജ്, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ കോഴ്സ് നടത്തിയപ്പോൾ അവരുടെ എല്ലാവരും ശമ്പളം 4 ഇരട്ടിയായി. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ല, ഇതൊക്കെ നമുക്ക് ഇന്ത്യയിലും ചെയ്യാം. പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഇപ്പോൾ ഹൗസ് ഹോൾഡ് വർക്കേഴ്സായിട്ട് പോകുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് ഇരിക്കട്ടെ. ഈവൻ ബേസിക് ഹോം നമ്മുടെ മെഡിക്കൽ കെയർ, BP നോക്കാൻ, മറ്റേ ബ്ലഡ് ചെക്ക് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ പോകുന്നതെന്നിരിക്കട്ടെ. അവർക്ക് കിട്ടുന്ന സാലറി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ. ഇപ്പോൾ ഈവൻ ഫിനിഷിംഗ് സ്കൂൾസ് നമുക്ക് കേരളത്തിലില്ല. ടെക്നിക്കൽ ITI പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ പോളിടെക്നിക് പാസ്സായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു മോട്ടോർ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പാസ്സായിട്ടുള്ള ITI കൊണ്ട് മതിയാവില്ല. ശരി. യൂറോപ്പിലെയോ മിഡിൽ ഈസ്റ്റിലെയോ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ബെറ്റർ ഇത് വേണം. അവിടുത്തെ അവർ ഉപയോഗിക്കുന്ന കാറുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഇത് വേണം, അതിന് പഠിപ്പിക്കണം. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പ്രൈം മിനിസ്റ്ററുടെ പോളിസീസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് BJP ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തായാലും താങ്കളുടെ കാഴ്ചപ്പാടുകളും അതേപോലെ തന്നെ ആ ഒരു വിഷനും ബാക്കിയുള്ള കുറേ സംഭവങ്ങളും എനിക്ക് ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, അതെല്ലാം കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. സോ എന്തായാലും ഒരു മന്ത്രിയായിരുന്ന സമയത്ത് താങ്കൾക്ക് കിട്ടിയ അനുഭവങ്ങളും ഇത്രയും വർഷമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യവും എല്ലാം കഴക്കൂട്ടത്തെ ജനങ്ങളും തിരിച്ചറിയട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിനും BJP എന്നുള്ളൊരു പാർട്ടിക്കും താങ്കൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു.